ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നിങ്ങൾ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ റിപ്ലൈ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ കൺമണിയാണ് നമ്മുടെ ഇന്നത്തെ മാറ്റർ. വേറെ ഒന്നുമല്ല ഗൈസ്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇനി നിങ്ങൾ കൺമണി സെയിൽ ചെയ്യുന്നില്ലേ? എന്തോ ഓക്കെ ഗുഡ് ഗേൾ ആണ്. കൺമണി സെയിൽ ചെയ്യുന്നില്ലേ? പിന്നെ ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങൾ റിപ്ലൈ ഒന്നും തരുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടൊരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 28-ാം തീയതി മുതൽ നമ്മുടെ കൺമണി വീണ്ടും നമ്മൾ സെയിൽ ചെയ്യാൻ പോവുകയാണ്. അത് എൻ്റെ ബ്രദർ ആയിരിക്കും അതിന് ഹാൻഡിൽ ചെയ്യുന്നത്. കൺമണി ബോട്ടിൽ ഓർഡർ ചെയ്തവർക്ക് പിറ്റേ ദിവസം തന്നെ നമ്മളത് കൊറിയർ ചെയ്യുന്നതായിരിക്കും. എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഓർഡർ എടുത്തിട്ട് നാളെ തന്നെ കൊറിയർ ചെയ്യും. നാളെ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ട്രാക്കിങ്ങും പാക്കറ്റിൻ്റെ ഫോട്ടോ കാര്യങ്ങളെല്ലാം ഇട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്ത കൂടെ ഉണ്ട്. നമ്മുടെ കൺമണി നമ്മൾ പുറത്തോട്ടൊക്കെ അയക്കാനുള്ളതും പിന്നെ ഓരോ സ്റ്റോറിലൊക്കെ വെക്കേണ്ട ആ ഒരു ലെവൽ ഞങ്ങൾ ആക്കുവാണ്. കൺമണി കാജൽ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് നമ്മൾ അതിസ്ട്രോങ് ആയിട്ട് തന്നെ കൺമണി കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനിങ്ങിൽ ഞങ്ങൾ വന്നേക്കുവാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇനി കൺമണിക്കൊരു പ്രത്യേക ഒരു സ്റ്റോർ കാണും. അപ്പോൾ സ്റ്റോറെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് എൻ്റെ ബ്രദർ ആയിരിക്കും, അഖിൽ. അപ്പോൾ എന്താ പറയുക, കൺമണി അക്കൗണ്ട് ഇനി മുതൽ ഹാൻഡിൽ ചെയ്യുന്നതും അഖിലായിരിക്കും. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നിലവിൽ ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ വന്ന് കിടപ്പുണ്ട്. ആർക്കും റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല, അത്രമാത്രം ഓർഡറും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പിന്നെ എന്തായാലും ഒരു 28-ാം തീയതി വരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 3 അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ കൺമണി കാജിൽ കിട്ടുന്ന രീതിക്ക് നമ്മൾ ഇനി അങ്ങോട്ടുള്ള കൊറിയറും കാര്യങ്ങളും ഒക്കെ എത്തിക്കുന്നതായിരിക്കും. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ള ഒരു നമ്പർ, ഇപ്പോൾ എൻ്റെ നമ്പർ ആയിരിക്കത്തില്ല, വേറൊരു നമ്പറാണ്, ആ നമ്പർ തരും. അപ്പോൾ അതിലായിരിക്കും നമ്മുടെ ഇനി നിങ്ങളുടെ ഓർഡറും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, നിങ്ങളെല്ലാവരും ചോദിച്ചതിനുള്ളൊരു റിപ്ലൈ ആണിത്. അപ്പോൾ എല്ലാവരും കുറച്ച് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിശക്തമായിട്ട് നമ്മളെ കൺമണി വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും ഗൈസ്. പിന്നെ കുറേ വെച്ച് ഷൂട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, നല്ലതായിട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ അവിടെ വീട്ടിലിരിക്കുവാണ്. അതപ്പോൾ എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ കേക്കും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നന്ദൂസ്. ഇനി ഇച്ചിരി കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇന്ന് വൈകിട്ട് 7:30-ക്കാണ് നമ്മുടെ ഉപ്പുമുളകിൻ്റെ ഫസ്റ്റത്തെ എപ്പിസോഡ്. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഇപ്പം ഞങ്ങൾക്ക് തരുന്നത് പോലെ തന്നെ ഇനി ഉണ്ടാവണം. നമ്മുടെ നന്ദപ്പൻ അതിനകത്തുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ലെവൽ വരെ നിങ്ങൾ വരാൻ കാര്യം നിങ്ങൾ മാത്രമാണ്. സമ്മതിക്കുന്നില്ല. കേശിനെ വിളിക്കും ഉണ്ടോ? കേശ് അവിടെ നിൽപ്പുണ്ട്, അതാണ് ഇവള് കിടന്ന് വിളിക്കുന്നത്. വൈകിട്ട് എത്ര മണിക്കാ? 5 മണിക്കില്ല, 7:30-ക്ക് പറഞ്ഞു. 7:30-ക്ക്. അപ്പോൾ ഗൈസ് എല്ലാവരും ഉപ്പുമുളകും കാണണം. 7 മണിക്കാണോ? 7:30 ഗൈസ്. 7:30 കേട്ടോ. എടാ വൈകിട്ട് 7 മണിയാണോ 7:30 ഫസ്റ്റ് എപ്പിസോഡ്? 7 ആണോ 7:30 7 മണി. അതാ നന്ദു, എത്ര മണിക്കാ കാണാൻ പറയണ്ടേ? ഇപ്പം ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടിനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവരും 7 മണിക്ക് ഉപ്പുമുളകും കാണുക. ഫസ്റ്റ് എപ്പിസോഡ് റിലീസാണ്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.